എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കായി ഹനുമാൻ സ്വാമിയുടെ ഒരു ചെറിയ കഥ, സൂര്യശിഷ്യൻ. ഇതാണ് കഥ. ബാല്യത്തിൽ മഹാകുസൃതിയും വികൃതിയും ആയിരുന്നെങ്കിലും കൗമാരപ്രായമായപ്പോൾ വിദ്യ അഭ്യസിക്കണമെന്ന അതിയായ ആഗ്രഹം ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായി. ഹനുമാൻ തൻ്റെ ആഗ്രഹം അറിയിച്ചു. ഹനുമാൻ എന്നതിൻ്റെ അർത്ഥം തന്നെ പരമവിജ്ഞാനി എന്നാണ്. അപ്പോൾ അങ്ങനെയൊരാഗ്രഹം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വിദ്യ അഭ്യസിക്കണമെന്ന് തോന്നിയപ്പോഴേ തൻ്റെ ഗുരുവായി സൂര്യദേവനെ ഹനുമാൻ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. വേദശാസ്ത്ര പഠനത്തിനായി ഹനുമാൻ സൂര്യദേവനെ സമീപിച്ചു. ഗുരുവായിരിക്കുന്നതിൽ തനിക്ക് വിരോധമില്ലെന്നും എന്നാൽ മറ്റു കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് പഠിക്കാൻ ഹനുമാനെ സമ്മതിക്കില്ലെന്നും സൂര്യൻ അറിയിച്ചു. കാരണം ഹനുമാൻ ഒരു വാനരക്കുട്ടിയാണ്. അപ്പോൾ ദേവന്മാരുടെ കുട്ടികൾ എങ്ങനെ ഈ കുട്ടിക്കുരങ്ങിനെ അംഗീകരിക്കും? ദേവാംശമുള്ള വാനരക്കുട്ടിയാണിതെന്ന് മറ്റു കുട്ടികൾക്കറിയില്ലല്ലോ. എന്നാൽ ഹനുമാന് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സൂര്യദേവൻ്റെ മുന്നിൽ നടന്ന് പഠിച്ചു കൊള്ളാം എന്നായിരുന്നു ഹനുമാൻ്റെ മറുപടി. സൂര്യൻ ഹനുമാനെ ശിഷ്യനായി അംഗീകരിച്ചു. ഹനുമാൻ്റെ ശുഷ്കാന്തിയും ധാരണാശക്തിയും ശ്രദ്ധയും എല്ലാം സൂര്യനെ വളരെയധികം സന്തോഷിപ്പിച്ചു. സൂര്യൻ അഭിമുഖമായി സൂര്യൻ്റെ ഗതിക്കൊപ്പം പുറകോട്ട് സഞ്ചരിച്ചായിരുന്നു അത്രേ ഹനുമാൻ്റെ പഠനം. എന്നിട്ട് 60 നാഴികയ്ക്കുള്ളിൽ സകല വേദങ്ങളും ശാസ്ത്രങ്ങളും ഹനുമാൻ പഠിച്ചു തീർത്തു എന്നാണ് വിശ്വാസം. വളരെയധികം അത്ഭുതമുള്ളൊരു കാര്യമാണ്. ദിവ്യത്വമുള്ള ഹനുമാന് മാത്രമേ ഇത് കഴിയൂ. ബാലനായ ഹനുമാൻ ഇതെങ്ങനെ സാധിച്ചു? എന്തും അറിയാനുള്ള ആകാംക്ഷ, അദമ്യമായ ആഗ്രഹം, മനസ്സിരുത്തിയുള്ള പഠനം, എല്ലാ തടസ്സങ്ങളെയും നീക്കി ലക്ഷ്യപ്രാപ്തിയിലേക്ക് വേണ്ടിയുള്ള കഠിന ശ്രമം, ഉത്സാഹം, ഇതെല്ലാം ഹനുമാൻ ഉണ്ടായിരുന്നു. ആരുടെ നിർബന്ധവും കൂടാതെ തന്നെ കുട്ടികൾ ഈ ഗുണങ്ങൾ തങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടതാണ്. നമ്മിലുള്ള അഭിരുചികളെ തിരിച്ചറിഞ്ഞ് അവയെ നമ്മൾ വളർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് അച്ഛനമ്മമാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പാവകളെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. മാതാപിതാക്കളെ അനുസരിക്കുന്നത് നല്ലതാണ്. എന്നാൽ നാം എന്തെന്നറിഞ്ഞ് നമ്മൾ എന്താകണം എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കുട്ടികൾക്ക് കഴിയണം. അതിന് രക്ഷിതാക്കൾ അവരെ പ്രാപ്തരാക്കണം. വ്യക്തിത്വ വികാസത്തിന് അത് ആവശ്യമാണ്. ഹനുമാൻ്റെ പഠനം പൂർത്തിയായി. ഇനി ഗുരുദക്ഷിണ കൊടുക്കണം. എന്തു കൊടുക്കും എന്നായി ഹനുമാൻ്റെ ചിന്ത. സൂര്യദേവന് ദക്ഷിണയായി പ്രത്യേകിച്ചൊന്നും ഹനുമാനിൽ നിന്ന് വേണമായിരുന്നില്ല. ഹനുമാൻ പഠനത്തിൽ കാണിച്ച ശുഷ്കാന്തി മാത്രം മതിയായിരുന്നു സൂര്യനിലെ ഗുരുവിനുള്ള ദക്ഷിണ. എന്നാൽ അതുകൊണ്ട് ഹനുമാൻ തൃപ്തനായില്ല. ദക്ഷിണ സ്വീകരിച്ചേ കഴിയൂ എന്ന ഹനുമാൻ്റെ നിർബന്ധത്തിന് ഒടുവിൽ സൂര്യദേവന് വഴങ്ങേണ്ടി വന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട ദക്ഷിണ ഋഷ്യമുഖാചലത്തിൽ ജ്യേഷ്ഠൻ ബാലിയെ പേടിച്ച് ജീവിക്കുന്ന തൻ്റെ പുത്രനായ സുഗ്രീവനെ സഹായിക്കണം. വെറുതെ സഹായിക്കുകയല്ല, സുഗ്രീവൻ്റെ മന്ത്രിയും സന്തത സഹചാരിയുമായിരിക്കണമെന്ന്. എന്നിട്ട് സുഗ്രീവനെ സഹായിക്കണം. അതായിരുന്നു സൂര്യദേവൻ ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ. ഗുരുവിൻ്റെ ആവശ്യം ശിരസാ വഹിച്ച് സൂര്യദേവനെ വണങ്ങി ഹനുമാൻ ഋഷ്യമുഖാചലത്തിൽ പോയി സുഗ്രീവൻ്റെ മന്ത്രിയായി ജീവിതം തുടങ്ങി. കിഷ്കിന്ധാകാന്ഡത്തിലാണ് രാമായണത്തിൽ ഹനുമാൻ്റെ പ്രവേശനം. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.